CPIഎമ്മിന് നേരെ തൊടുത്തുവിട്ട ബോംബ് സ്വന്തം പാളയത്തിൽ വന്ന് പൊട്ടിയതിന്റെ ഞെട്ടലിലാണ് വി ഡി സതീശനും കൂട്ടരും. കാരണം വയനാട് ആത്മഹത്യകളുടെ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ അതിൽ നേരിടാൻ കഴിയാത്ത ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. സഭയിൽ 3 അടിയന്തര പ്രമേയത്തിന് പോയി അവിടെ കിട്ടിയ ഷോക്ക് അതവിടെ നിൽക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ശുക്രദശയാണെന്നാണ്. കാരണം 3ാം ഭരണത്തിലേക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഇതാ നിങ്ങൾ പിടിച്ചോളൂ 3ാം ഭരണം, ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്നിട്ട് തന്നെ അത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇനി ഭരണം കൂടി ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് എത്തിച്ച് പിണറായി വിജയന് 3ാം ഊഴവും കൊണ്ടുചെന്ന് കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം നിയമസഭ സമ്മേളിക്കുന്ന സമയമാണ്, സർക്കാരിനെതിരെ ഉന്നയിക്കാൻ വിഷയങ്ങളേറെയുണ്ട്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതിന്റെ തലേ ദിവസം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് കൊടുക്കാനായിട്ടുള്ള നീക്കമടക്കം ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മാധ്യമങ്ങളുടെ പ്രൈം ടൈം ഡിബേറ്റ് എന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ സൈബർ അസഭ്യ ആക്രമണമാണ്. അപ്പോൾ അതിലേക്ക് ആ വിഷയത്തെ മാറ്റിയിരിക്കുകയാണ്. അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ്? അതിന്റെ ബെനിഫിറ്റ് പിണറായി വിജയൻ സർക്കാരിനാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ബോണസ് ആണ് ഈ പറയുന്ന ഈ ആക്രമണങ്ങളെല്ലാം. അതെല്ലാം മുഖ്യമന്ത്രിക്ക്, CPIഎമ്മിന്, ആ പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് വരാം. കോൺഗ്രസിൽ എറണാകുളം